കഴിഞ്ഞ ദിവസം ദേ ഈ പഴം എന്താണെന്നറിയാമോ എന്ന് ചോദിച്ച് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. അതിൻ്റെ ആൻസറാണ് ഇന്നത്തെ വീഡിയോയിൽ. ദേ ഇതാണ് കേട്ടോ ആ പഴം. സാധാരണ ഇടുക്കിയിലെ കാലാവസ്ഥ അനുസരിച്ച് മഴയത്ത് തന്നെയാണ് ഇതും ഇവിടെ പഴുക്കുന്നത്. മൊത്തം ഇങ്ങനെ നിലത്ത് വീണ് കിടക്കുകയാണ്. അത് പറക്കിക്കൊണ്ട് വന്നിട്ട് ദേ ഇങ്ങനെ നമ്മൾ കഴുകിയെടുക്കും. ഇതിൻ്റെ പുറത്തെ ആ മാംസമായ ഭാഗം കളഞ്ഞിട്ട് വെള്ളത്തിലിട്ട് കഴുകിയെടുക്കും. സാധാരണ 2 ദിവസമൊക്കെ വെള്ളത്തിലിടുമ്പോഴത്തേന് അത് ശരിക്കും അങ്ങ് അഴുകി പോവും. അതിന് ശേഷം ശരിക്കും കഴുകിയെടുത്ത് വെള്ളത്തിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മുടെ സ്വന്തം രുദ്രാക്ഷമായി പോകുന്നത്. ഇതാണ് രുദ്രാക്ഷം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ച ആ പഴമെന്ന് പറഞ്ഞ രുദ്രാക്ഷമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെയൊക്കെ സാധാരണ അത് ഇടുക്കിയിൽ കുറവാണ്. പക്ഷേ നമ്മൾ നോർത്ത് ഇന്ത്യയിലാണ് സാധാരണ രുദ്രാക്ഷ മരം ഉള്ളത്. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം കുറേ പേര് വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫലവൃക്ഷത്തൈകൾ വെച്ച കൂട്ടത്തിൽ ഞങ്ങൾക്ക് കിട്ടിയതാണ് ഒരു രുദ്രാക്ഷം. രുദ്രാക്ഷത്തിൻ്റെ മരമാണ് ഈ നിൽക്കുന്നത്. ഈ സമയമാകുമ്പോഴത്തേന് നിറയെ കായാകും. താഴെ വീഴുന്ന കായകളെല്ലാം നമ്മൾ പെറുക്കിയെടുത്ത് കഴുകി ഉണക്കുകയാണ് ചെയ്യുന്നത്.